നെയ്യാറ്റിൻകരയിൽ പിങ്ക് പോലീസിന്റെ വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന മദ്യപാനിയുടെ അഭ്യാസം. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സംഭവം. അരമണിക്കൂറോളം വാഹനത്തിന് മുകളിലിരുന്നയാളെ പോലീസ് എത്തി ഇറക്കിവിട്ടു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ വാഹനം നിർത്തി പുറത്തു പോയപ്പോഴായിരുന്നു മദ്യപിന്റെ അഭ്യാസ പ്രകടനം. മദ്യപിച്ച് ലെക്ക് കെട്ട് നിന്ന ഇയാൾ വാഹനത്തിന് പുറത്ത് കയറിയിരിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഇയാളെ വിരട്ടി താഴെ ഇറക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് യുവാവിനെ മർദ്ദിച്ച 4 സംഘത്തിലെ 2 പേർ പിടിയിൽ. വെള്ളനാട് സ്വദേശിയായ അലനെ മർദ്ദിച്ച കേസിലാണ് ആനന്ദ്, സജിത്ത് എന്നിവർ പിടിയിലായത്. നെടുമങ്ങാട് വെള്ളനാട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ പെട്രോൾ പമ്പിനടുത്ത് വെച്ച് കാറിലെത്തിയാണ് അലനെ 4 സംഘം മർദ്ദിച്ചത്. ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് മർദ്ദിച്ച ശേഷം യുവാവിനെ കാറിൽ കയറ്റിയും മർദ്ദിച്ചു. ആക്രമണത്തിൽ അലന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. അലനും ആക്രമണത്തിൽ പ്രതിയായവരും വിവിധ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. മറ്റ് 2 പ്രതികൾക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരം അരുവിക്കര പഞ്ചായത്തിന്റെ മുൻപിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം നടത്തുന്ന നിരാഹാര സമരത്തിൽ ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷജിതയും വൈസ് പ്രസിഡന്റ് വി വിജയൻ നായരും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഹരിതകർമ്മ സേനയുടെ നിയമന നടപടികൾ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചാണ് പൂർത്തിയാക്കിയതെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. ഹരിതകർമ്മസേന നിയമനവും വാർഡുകളിലെ മെയിന്റനൻസ് ഫണ്ട് വിഭജനത്തിലുമാണ് അഴിമതി ആരോപണം ഉയർന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ 6 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, വയനാട്, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾക്ക് മാറ്റമില്ല. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. അതേസമയം തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.